അതെ, നമ്മുടെ പിണറായി വിജയന്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ എത്ര മണിക്കാ? ഒരു 6 മണി ഉണ്ടാവും. ആ ക്ഷേത്രത്തില് കേറി തൊഴുതതിന് ശേഷം ഇവര് ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ, ശ്രീവത്സം. ആ ഉം, ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ വന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ വെച്ചിട്ട് ഈ ആന ഉണ്ടല്ലോ അവിടെ ഉം, കോമ്പൗണ്ടിൽ ആനയുണ്ട്. ആനയുടെ താഴെ നിന്നിട്ട് ഒരു വാച്ച്മാൻ ഉണ്ട് അവിടുത്തെ, നമ്മുടെ അമ്പലത്തിൽ സോപാനം കാവൽക്കാരനുണ്ട്, സുമേഷ് എന്നാണ് പേര് കണ്ട്. സുമേഷിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ആള്. അപ്പൊ ആ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോ ഞാൻ ഉടനെ തന്നെ ചെന്നിട്ട് ആ വിഷല് ഞാൻ എടുത്തു. ആ വിഷൽ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ആള് പിന്നെ എല്ലാവരും കൂടെ ഫാമിലി, ആളുണ്ട്, വൈഫുണ്ട്, കുട്ടിയുണ്ട്, പിന്നെ ഒരാള് വേറെ ഉണ്ട്, സൈറ്റിലുള്ള ഒരാൾ കൂടി ഉണ്ട്. അപ്പൊ ഇവര് നടന്നു പോകുന്ന വിഷലൊക്കെ ഞാൻ എടുത്തു. അതൊക്കെ എടുത്തിട്ട് ഞാനിങ്ങോട്ട് പോരാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവര് ഈ ഭാര്യയും മറ്റാളും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും ഇറങ്ങി വന്നു. ഈ പിണറായി വിജയന്റെ മകന്റെ ഭാര്യയും പിന്നെ ഒരാളും കൂടിയുള്ള ഒരാളുണ്ട്, ഈ ആളും കൂടെ ഇറങ്ങി വന്നിട്ട് ഈ മാല അല്ല, ഉടനെ തന്നെ ഈ എടുത്ത വീഡിയോ ഒക്കെ ഡെലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തിനാന്ന് ചോദിച്ചു. നിങ്ങളാരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാന് ആളുടെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അത് ഡെലിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, കാരണം നിങ്ങൾക്ക് അല്ല, ഞങ്ങള് പ്രൈവറ്റ് സന്ദർശനം നടത്തിയാണ്, അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങൾ പ്രൈവറ്റ് ആള് VIP ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അല്ല ആള് VIP എന്നല്ലല്ലോ, ആളെ പിണറായി വിജയന്റെ മകൻ VIP അല്ലേ എന്ന് ചോദിച്ചേ. അപ്പൊ അതുകൊണ്ടല്ല, ഞാനത് ഡെലിറ്റ് ചെയ്യണം നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ ഞങ്ങളുടെ സമ്മതം കൂടാതെ നിങ്ങൾ എനിക്ക് വീഡിയോ എടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ ഈ ഗസ്റ്റ് ഹൗസിൽ വരുമ്പോ ഞങ്ങൾ വീഡിയോ എടുക്കാറുണ്ട്, അതൊരു സാധാരണ സംഭവമാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇഷ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അത് വാർത്തയാക്കരുതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനൊരു റിപ്പോർട്ടറാണ്, അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്, അതെന്റെ പ്രൊഫഷനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. അപ്പൊ ആ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് വാർത്തയാക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ വാർത്തയാക്കില്ല, അത് ഡെലിറ്റ് ചെയ്ത് കളയെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് അല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ പ്രൊഫഷനാ ചെയ്തത്, അപ്പൊ ഇനി നിങ്ങൾക്ക് വാർത്തയാക്കുന്നതാണെന്നുണ്ടെങ്കിൽ വാർത്തയാക്കണില്ല, കാര്യം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും 2 ആളും കൂടി എന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു, എവിടെ നിന്ന് ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ. അപ്പൊ അവിടെ പന്തികേടാന്ന് മനസ്സിലായപ്പോ ഞാൻ വേഗം തന്നെ ഇങ്ങോട്ട് റോട്ടിലേക്ക് നടന്നു. റോട്ടിലേക്ക് നടന്നപ്പോ അവരെ കൂടെയുള്ള ആൾ എന്റെ പിന്നാലെ വന്നു, ആയിക്കടോ ഡെലിറ്റ് ചെയ്യടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്ന് അവസാനം റോട്ടിലെത്തിയപ്പോ ഇയാളെന്റെ ചിന്തിക്ക് പിടിച്ചു, എന്റെ ഷട്ടുമ്മ കയറി പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു മേത്തോട്ട് കളിച്ചാൽ കളി മാറും, കാരണം ഇതുവരെ നിങ്ങൾ പറഞ്ഞല്ലോ, പക്ഷെ ഇപ്പൊ ഞാൻ ഇനിയും മേത്തോട്ട് കളിക്കരുത് പറഞ്ഞു. ആ മേത്തോട്ട് കളിക്കരുത്, നീ ഡെലിറ്റ് ചെയ്യാനും നിന്നെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡെലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ തന്നെ പിടിച്ചിട്ട് ക്ഷേത്ര തെക്കേ നടിയുണ്ടല്ലോ അവിടെ വരെ പിടിച്ചു കൊണ്ടുവന്നു, കോളർ പിടിച്ചിട്ട്. അപ്പൊ ഞാൻ കൊതറിയിട്ട് ഞാൻ നേരെ ആ ഇതില്ലേ മേൽപ്പത്തൂര് എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് അതിൽ കിടക്കാൻ പറ്റും. അപ്പൊ അതിലങ്ങോട്ട് കയറി കുറച്ച് കയറി വന്നപ്പിണ്ട് ഈ സുമേഷ് ഉണ്ടല്ലോ, നേരത്തെ നമ്മള് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ സുമേഷ് കിഴക്കുന്ന് നടന്നു വരുന്നു. അപ്പൊ ഇയാള് ആ ഒരു പരിചയം ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോ എടുക്കുന്ന നേരത്തുള്ള പരിചയം ഉണ്ടല്ലോ, ആ പരിചയത്തുമ്പോ ഇയാള് അവനോട് പറഞ്ഞു ഇയാള് അത് ഫോട്ടോ ഡെലിറ്റ് ചെയ്യണില്ല, അയാളെ പിടിക്കടാന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ ഓടി വന്നിട്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു നീ ഇത് ഡെലിറ്റ് ചെയ്യാണ്ട് നിന്ന് വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീയും മേത്ത് പിടിച്ചിരിക്കണ്ട, വെറുതെ മേത്ത് പിടിച്ചിട്ട് ബുദ്ധിമുട്ടാക്കണ്ട, നീ വിട്ടോ, നീ വീഡിയോ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു, നീ ഇത് ഡെലിറ്റ് ചെയ്തിട്ടേ വിടുള്ളൂ, അല്ലാണ്ട് തന്നെ വീട്ടില്ല പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് പിടിച്ചു അവിടെ നിർത്തി. ഈ ആൾക്കാരൊക്കെ കാണല, എല്ലാവരും കാണല, നമ്മളെന്തോ മാല പൊട്ടിച്ച പോലെയാണേ പിടിച്ചു നിർത്തിയിരിക്കുക. അപ്പൊ ആൾക്കാരാകെ കൂടി. അപ്പൊ ആൾക്കാർ കൂടിയെന്ന് ഒരാള് വന്നിട്ട് പറഞ്ഞു ചേട്ടാ നിങ്ങൾ എന്ത് പണിയാ ചെയ്യുന്ന, ആള് റിപ്പോർട്ടർ അല്ലേ, നിങ്ങൾ എന്തിനാ അയാളെ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരാളെങ്കിലും വെച്ചിട്ട് അയാളോട് ഞാൻ പറഞ്ഞു ചേട്ടാ പിണറായി വിജയന്റെ മകൻ വന്നിട്ടുണ്ട്, അയാളുടെ വീഡിയോ ഞാൻ എടുത്തു, ആ വീഡിയോ ഡെലിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇവർ എന്റെ പിന്നാലെ ഈ ഗുസ്തി പിടിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു അതെന്തിനാ ആളെ അങ്ങനെ പറയണേ,
ഡെലിറ്റ് ചെയ്തൂടെ? അല്ല ഡെലിറ്റ് ചെയ്യില്ല. ആള് പറഞ്ഞു അത് ആള് റിപ്പോർട്ടറല്ലേ, അപ്പൊ ആള് വീഡിയോ എടുക്കില്ലേ എന്ന് പറഞ്ഞു. അത് പറയുമ്പോഴേക്ക് വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു അവർക്ക് താല്പര്യം പിന്നെ വീഡിയോ എടുക്കണേ. അന്ന് അവർക്ക് താല്പര്യം വേണ്ട പറഞ്ഞ താല്പര്യം വേണ്ട വിട്ടുകളെ, ഞാൻ വാർത്ത ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവര് ഉടനെ തന്നെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞേക്കുമ്പോഴേക്കും അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചു തന്നെ. അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് വിളിച്ചു. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു, രാജു നമ്മള് നല്ല ടേംസിലല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവരുത്, വിഷയം എന്തായിട്ട് ഡെലിറ്റ് ചെയ്ത് കളയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വാർത്ത കൊടുക്കണ്ട സാറേ, പ്രശ്നമില്ല. അതിന് ഈ ഗുണ്ടാഴ്ച എന്നെ കാണിക്കണ്ടല്ലോ, എന്നെ ഈ അമ്പലനടയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അയാളും ഈ വാച്ച്മാനും കൂടിയിട്ട് ദേവസ്വത്തിലെ വാച്ച്മാനും ഈ അയാളുടെ കൂടെ വന്ന ആളും തന്നെ അവിടുന്ന് അയാൾ എന്നെ പിഞ്ചു പിടിച്ച് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്നു. സുമേഷ് അത് കഴിഞ്ഞു വാച്ച്മാൻ സുമേഷ്. അങ്ങനെ ഇയാളെന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അഡ്മിനിസ്ട്രേറ്റർ വന്നു. അഡ്മിനിസ്ട്രേറ്റർ 5 മിനിറ്റ് കൊണ്ട് എത്തി. 5 മിനിറ്റ് കൊണ്ട് എത്തിയപ്പോ ഞാൻ പറഞ്ഞു, സാറേ ഈ വാർത്തയൊന്നും കൊടുക്കണ്ട, അതൊക്കെ വേറെ വിഷയം. ഞാനൊരു ഇന്നാളാന്ന് ഇതിനറിയാം, ഇവർക്കൊക്കെ അറിയാം. എന്നിട്ട് പിന്നെ എന്നെ മനഃപൂർവ്വം ഇങ്ങനെ ഒരു മാല പൊട്ടിച്ച് ഓടുന്ന ആളെ പോലെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി തടങ്കലിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. വാർത്ത കൊടുക്കണ സാറ് എന്നെ ഒരു ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി, രാജു പ്രൈവറ്റ് സന്ദർശനാണ്, വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കൂല, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ മേലെ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പൊ സാറ് അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആരെ രാജുവിനെ പിടിച്ചെന്ന് ചോദിച്ചിട്ട് അവനെ പിടിച്ചു. അവനെ പിടിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ആരാണ് രാജുവിനെ തടയാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പൊ അവൻ പഠിച്ചു. പഠിച്ചപ്പോ എന്നിട്ട് എന്നോട് പുറത്ത് കെട്ടിയിട്ട് പറഞ്ഞു, രാജു കൂടി വായോ എന്ന് പറഞ്ഞിട്ട് എന്നെ ക്ഷേത്രത്തിന്റെ, അതായത് മറ്റേ ഗണപതി അമ്പലത്തിന്റെ ആ വരാന്തയിലേക്ക് കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു അവര് പ്രൈവറ്റ് സന്ദർശിക്കുന്ന വാർത്തയാക്കരുത് പറഞ്ഞു. അപ്പൊ നമ്മൾ ആയിക്കോട്ടെ, വാർത്തയാക്കണ്ട, എനിക്ക് അതിനുള്ള വിരോധം, എന്നെങ്ങനെ തടഞ്ഞു നിർത്തിയാലാണ് വിരോധം പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അത് എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് കണ്ടോളാൻ പറഞ്ഞു, കാണിച്ചു കൊടുത്തു. കാരണം അവര് നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി. അതായത് അമ്പലനടയിൽ അങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടോന്നുണ്ടായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാ പിന്നെ ഇവർക്ക് നമ്മോട് കെഞ്ചണ്ട കാര്യം ഹൈക്കോടതി നടപടി എന്ന് പറഞ്ഞിട്ട് എടുക്കാലോ. പക്ഷെ അവരത് നോക്കിയപ്പോ അവർക്ക് മനസ്സിലായി അവിടെ വെച്ചൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, അപ്പൊ അവിടത്തെ ഷൂട്ടിംഗ് അല്ല. അപ്പൊ ആള് പറഞ്ഞു അപ്പൊ ഇത് ഡെലിറ്റ് ചെയ്യട്ടെ ഞാൻ ചോദിച്ചു. ഡെലിറ്റ് ചെയ്തു, കാരണം താല്പര്യം ഡെലിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഡെലിറ്റ് ചെയ്യാം, അത് മര്യാദ, ഇത് മര്യാദകേട് കാണിച്ച കാരണം അതെന്ന് പറഞ്ഞു. അപ്പൊ ആള് കംപ്ലീറ്റ് ഡെലിറ്റ് ചെയ്തു തന്നു. എന്റെ ഇതിലും ഇതൊക്കെ എല്ലാം ഒക്കെ ഡെലിറ്റ് ചെയ്തു. എവിടെ നിൽക്കുന്നതായിരുന്നു ഈ പിണറായി വിജയന്റെ മകനും ഭാര്യയൊക്കെ എവിടെ നിൽക്കുന്നതായിരുന്നു? നമ്മുടെ ഈ ഗുരുവായൂര് ഗസ്റ്റ് ഹൗസിലേക്ക് കയറുമ്പോ തന്നെ ആന നിൽക്കണ്ടല്ലോ, അവിടെ അവര് നിൽക്കുന്ന വിഷ്വലാണ് നമ്മളെടുത്തത്. അവിടെ അവര് ഈ വാച്ച്മാനും ഇവനും കൂടെ ഒരുമിച്ച് നിന്ന് എടുക്കുന്ന ഫോട്ടോ ആണ് ഞാൻ എടുത്തത്, ആദ്യം എടുത്തത്. പിന്നെ ഇവര് ഗസ്റ്റ് ഹൗസിലേക്ക് കയറി പോകുന്ന വിഷ്വല് അതാണ് എടുത്തത്. അത് വിഷ്വല് കൃത്യമായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വാർത്തക്കുള്ള വിഷ്വലൊക്കെ അതുണ്ട്. പക്ഷെ അതാണ് ഇവര് ഡെലിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവര് നമ്മളെ ഈ പുസ്തകമൊക്കെ പിടിച്ചു. ഇല്ല, CI വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. CI വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു പരാതി എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മുടെ ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് വേണല്ലോ, അങ്ങനെ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റില്ലല്ലോ, ആലോചിച്ചിട്ട് ചെയ്യാന്നും പറഞ്ഞു. അപ്പൊ ആലോചിച്ചിട്ട് നാളെ പറയാൻ പറഞ്ഞിരിക്കാം.